ഇത് സോളാർ പവർഡ് EV ചാർജിംഗ് സ്റ്റേഷൻ എന്നൊരാശയമാണ്. ഇവിടെ 3 തരത്തിലുള്ള ചാർജിംഗ് മെത്തേഡുകളാണുള്ളത്: നോർമൽ ചാർജിംഗ്, ഫാസ്റ്റ് ചാർജിംഗ്, വയർലെസ് ചാർജിംഗ്. ആദ്യത്തെ ടൈപ്പ് വയർലെസ് ചാർജിംഗ് ആണ്. ഇവിടെ 200 മുതൽ 300 വോൾട്ടും 16 മുതൽ 80 ആംപിയർ വരെ കറണ്ടും 6 മുതൽ 10 മണിക്കൂർ വരെ ചാർജിംഗ് സമയം ഉപയോഗിക്കുന്നു. പ്ലഗ് ഇൻ ചെയ്ത് ചാർജ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇതിൻ്റെ പ്രത്യേകത. അടുത്തത് ഫാസ്റ്റ് ചാർജിംഗ് ആണ്. ഇവിടെ 400 വോൾട്ടും 100 മുതൽ 250 ആംപിയർ വരെ കറണ്ടും 15 മുതൽ 30 മിനിറ്റ് വരെ ചാർജിംഗ് സമയം ഉപയോഗിക്കുന്നു. അടുത്ത മെത്തേഡ് നോർമൽ ചാർജിംഗ് ആണ്. 250 വോൾട്ടും 12 മുതൽ 80 ആംപിയറും 6 മുതൽ 10 മണിക്കൂർ ചാർജിംഗ് സമയം ഉപയോഗിക്കുന്നു. ഈ ചാർജിംഗ് സ്റ്റേഷൻ്റെ മുകളിലുള്ള സോളാർ പാനലുകളിലേക്ക് വരുമ്പോൾ ഒരു പ്രകാശ സ്രോതസ്സിൻ്റെ സാന്നിധ്യത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഇവിടെ കുറവായി സൂര്യപ്രകാശമുള്ളപ്പോൾ ചുവപ്പ് ലൈറ്റും ഇവിടെ കൂടുതലായി സൂര്യപ്രകാശമുള്ളപ്പോൾ നീല ലൈറ്റും പ്രകാശിക്കുന്നു. ഇവിടെ ചാർജിംഗ് സ്റ്റേഷനോടടുത്തുള്ള സോളാർ ഫീൽഡ് എന്ന കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ സൂര്യപ്രകാശം പതിക്കുന്ന ഏരിയ വർദ്ധിക്കുകയും അതിലൂടെ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ ചാർജിംഗ് സ്റ്റേഷനിലേക്കുള്ള ഊർജ്ജം ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം അമിതമായി വരുന്നത് KSEB പോലുള്ള ഗവൺമെൻറ് ഇലക്ട്രിക് ബോർഡുകളുടെ ഇലക്ട്രിക് ഗ്രിഡ് ലൈനിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ഇവിടെ ആവശ്യമായ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ഗ്രിഡ് ലൈനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വൈദ്യുതി സ്വീകരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ വൈദ്യുതി കൈമാറ്റം നിയന്ത്രിക്കുന്നതിനും രേഖപ്പെടുത്തുന്നതിനും വേണ്ടി ഓട്ടോമാറ്റിക് ചേഞ്ച് ഓവർ സിസ്റ്റം ഉപയോഗിക്കുന്നു. ഈ സോളാർ പവർഡ് EV ചാർജിംഗ് സ്റ്റേഷൻ എന്ന ആശയം ഇന്ത്യയിൽ നിലവിൽ വരികയാണെങ്കിൽ ഇന്ത്യയുടെ 2047 ആകുമ്പോഴേക്കും വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലെത്തുന്നതിൽ ഭാഗമാകുന്നു.